നമുക്കിപ്പം ഒരു പഞ്ചായത്ത് മെമ്പർ കൂടിയുണ്ട് ഈ പ്രദേശത്ത്. ഒരുപാട് ആശങ്കകളുള്ള മനുഷ്യർ ജീവിക്കുന്ന ഒരു നാടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ പ്രതികരണങ്ങൾ, ജനപ്രതിനിധികളുടെ പ്രതികരണങ്ങൾ, അതിനുള്ള പ്രായോഗികമായുള്ള നടപടികൾ, ഇതാണ് റിപ്പോർട്ടർ TV പ്രതീക്ഷിക്കുന്നത്. മുല്ലപ്പെരിയാറിൻ്റെ തീരത്ത് വസിക്കുന്ന മനുഷ്യർ മാത്രമല്ല, കേരളത്തിലെ 5 ജില്ലകളിലെ മനുഷ്യരും ആശങ്കപ്പെട്ടിരുന്നത് മുല്ലപ്പെരിയാർ എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. മുല്ലപ്പെരിയാറിന് ഇന്നോ നാളെയോ എന്തെങ്കിലും സംഭവിക്കും എന്നൊരു നിലപാട് നമുക്ക് എടുക്കുക സാധ്യമല്ല. കാരണം സാങ്കേതികമായി അങ്ങനൊരു അഭിപ്രായം നമുക്കില്ല. പക്ഷേ അതിതീവ്ര മഴയടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയും ചുരൽമലയിൽ സംഭവിച്ചതുപോലെയുള്ള വലിയ നീരൊഴുക്കുണ്ടാവുകയും ഒക്കെ ചെയ്താൽ എന്ത് സംഭവിക്കുമെന്നൊരു ആശങ്ക ജനങ്ങളുടെ മനസ്സിലുണ്ട്. പക്ഷേ അതിനൊരു ഉത്തരം വേണം. ആ ഉത്തരം ഒരു വിദഗ്ധ സമിതിയെ കൊണ്ട് പഠിപ്പിക്കണം. അതിനൊരു ഏജൻസി വേണം. ആ ഏജൻസി കേന്ദ്ര സർക്കാരിൻ്റെ നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റി ആവണം. അതിലേക്ക് മുല്ലപ്പെരിയാറിനെ എത്തിക്കുക എന്നതാണ് ഈ ക്യാമ്പയിൻ്റെ കൂടി ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം. നമുക്കപ്പം വർഗീസ് മെമ്പർ കൂടി ചേരുന്നു. വർഗീസ് മെമ്പർ അയ്യപ്പൻകോവിൽ അല്ലേ, അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ മെമ്പറാണ്. വർഗീസ് മെമ്പറെ, എങ്ങനെയാണ് പൊതുവെ നാട്ടുകാരുടെ ഒരു ഭീതി എന്താ? അവരെന്താ വർഗീസ് മെമ്പറോടൊക്കെ പറയുന്നത് ഈ മുല്ലപ്പെരിയാറെ സംബന്ധിച്ച്? നമുക്ക് പുതിയൊരു ഡാമാണ് ആവശ്യപ്പെടുന്നത്. എങ്കിൽ തന്നെയും ഇപ്പം ഈ ഇടക്കാലം കൊണ്ട് 2 സ്റ്റേറ്റുകൾ തമ്മിലുള്ള ഈ കഴിഞ്ഞ ദിവസം നമ്മൾ മുല്ലപ്പെരിയാർ ഡാം സേഫ്റ്റി ആണെന്നും പറഞ്ഞ് അവർ അത്യാവശ്യ വർക്കൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞുള്ള ഒരു നിർദ്ദേശമാണ് ജനങ്ങൾ കിട്ടുക. അതുകൊണ്ട് ഭീതി നിലവിലുണ്ട്. എങ്കിൽ തന്നെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ടാണ് കഴിയുന്നത്. വയനാട്ടിലെ പ്രളയമാണ് ഏറ്റവും കൂടുതൽ മനുഷ്യരെ വേവലാതിയാക്കിയത്, ഭയങ്കര ബുദ്ധിമുട്ടുള്ളത്. പിന്നെ നമ്മൾ ഒത്തിരി സമരങ്ങൾ നടത്തിയ ഒരു പഞ്ചായത്താണ് അയ്യപ്പൻകോവിൽ. അമരാവതി തൊട്ട് AKG തൊട്ടുള്ള സമരങ്ങൾ നേടിയെടുക്കാത്ത ഒരു സമരം ഈ മുല്ലപ്പെരിയാർ സമരമാണ്. നമുക്ക് എല്ലാ സമരവും ജയിച്ചു. തോറ്റുപോയൊരു സമരം എന്ന് പറയുന്നത് മുല്ലപ്പെരിയാറാണ്. അങ്ങനെ തോക്കത്തില്ല, നമ്മൾ ജയിക്കും. നമ്മൾ അതിനുവേണ്ടിയാണല്ലോ എല്ലാവരും നിരന്തര സമ്മർദ്ദം ചെലുത്തുമ്പോഴാണ് അതൊക്കെ അനങ്ങുക അല്ലേ? അതെ. ഇനിയിപ്പോൾ ഇതിനൊരു ശാശ്വത പരിഹാരം എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞ പോലെ തന്നെ 2 സ്റ്റേറ്റും പിന്നെ MP-മാരും കേന്ദ്ര മന്ത്രിസഭയിൽ രൂപം കൊടുത്തുകൊണ്ട് ഒരു അനുരഞ്ജന ചർച്ച. അതിലൊരു ആദ്യത്തെ സ്റ്റെപ്പ് എന്ന നിലയിൽ കൂടി ഇപ്പോൾ MP ഡീൻ കുര്യാക്കോസ് പറഞ്ഞതനുസരിച്ച് MP-മാരുടെ തലത്തിലുള്ള ഒരു ചർച്ചയ്ക്ക് ഡീൻ കുര്യാക്കോസും UDF MP-മാരും തയ്യാറാണ് എന്ന റിപ്പോർട്ടിലൂടെ അറിയിക്കുന്നുണ്ട്. അതിന് സംസ്ഥാന സർക്കാർ അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചാൽ നമ്മളുടെ MP-മാർ തീർച്ചയായും തമിഴ്നാട്ടിലുള്ള നമ്മുടെ MP-മാരുമായി സംസാരിക്കും. ആദ്യഘട്ട ചർച്ച അങ്ങനെ നടക്കട്ടെ എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. അത് വേണ്ടതല്ലേ? അത് നമുക്ക് ഡീൻ കുര്യാക്കോസിന്റെ നിർദ്ദേശത്തെ സ്വാഗതം ചെയ്യല്ലേ നമ്മൾ, അല്ലേ? വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടർ TVയിലൂടെ ഡീൻ കുര്യാക്കോസ് മുന്നോട്ട് വെച്ച ഈ നിർദ്ദേശത്തെ ഇവിടെയുള്ള മുഴുവൻ ജനങ്ങളും രാഷ്ട്രീയ ഭേദമന്യേ സ്വാഗതം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സംസ്ഥാന സർക്കാർ, എനിക്കൊന്ന് റോഷിയൊക്കെ അല്പസമയത്തോട് വരുമ്പോൾ നമുക്ക് പറയാനുള്ളതും ഒരു ചർച്ച തുടങ്ങി വയ്ക്കാൻ നമുക്ക്. അത് ഉത്തരവാദിത്തപ്പെട്ട MP-മാരുടെ നിലയിലാവട്ടെ. അതിനുശേഷം നമുക്ക് കർഷകരുടെ കൂട്ടായ്മകൾ ഉണ്ടാക്കാം. അതിനുശേഷം നമുക്ക് 2 പ്രദേശത്തെയും ജനപ്രതിനിധികൾ പരസ്പരം ചർച്ച ചെയ്യട്ടെ. എന്തോരം സമിതികൾ നമ്മുടെ രാജ്യത്തുണ്ട്. ഇങ്ങനെ മനുഷ്യരെ പരസ്പരം ഒരുമിച്ച് കൂട്ടിയോജിപ്പിക്കാൻ പറ്റുന്ന സമിതികൾ ഉണ്ടാവുകയും അവരെ കൂടി നമ്മൾ ബോധവൽക്കരിക്കുകയും ഒരു തുള്ളി വെള്ളം കുറയില്ല എന്ന് തമിഴ്നാടിന് നമുക്ക് നമ്മുടെ ചങ്കിൽ തൊട്ട് ഉറപ്പ് കൊടുക്കാൻ പറ്റിയാൽ തമിഴ്നാട്ടുകാരൊക്കെ നമ്മുടെ പിന്നാലെ വരും, നമ്മുടെ ഒപ്പം നിൽക്കും. അവർക്കും വേണം. കാരണം ഏതെങ്കിലും തരത്തിൽ ഡാമിന് എന്തെങ്കിലും ബലക്ഷയം സംഭവിച്ചാൽ അവരുടെ കഞ്ഞിയൂടിയൂടെ മുട്ടും, അവരുടെ ജീവൻ പോലും പ്രതിസന്ധിയിലാവുമല്ലോ. അതൊരു വരൾച്ചാ ബാധിത ജില്ലകളായി മാറുകയും ചെയ്യും. അതുകൊണ്ട് തീർച്ചയായും ഈ ഘട്ടത്തിൽ നമ്മൾ ആവശ്യപ്പെടുന്നത് ജനങ്ങൾ കരുതുന്നത് പോലെ ഒരു പുതിയ ഡാം നിർമ്മിക്കുന്നതിനെക്കുറിച്ചുള്ള ആലോചനയിലേക്ക് നമ്മൾ കടക്കണം. ഡീകമ്മീഷനിങ്ങിനെ കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്താൻ ഏജൻസി ഏൽപ്പിക്കണം. ഈ ഡാമിൻ്റെ സുരക്ഷ നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റി ഏൽപ്പിക്കണമെന്ന നിർദ്ദേശത്തോട് നമ്മൾ പൂർണ്ണമായും യോജിക്കുന്നു. അതിന് MP-മാരുടെ തലത്തിലുള്ള ഡെലിഗേഷൻ തയ്യാറാണെന്ന് റിപ്പോർട്ടർ TVയിലൂടെ ഡീൻ കുര്യാക്കോസ് അറിയിക്കുക കൂടി ചെയ്യുന്നു. വിലാസിനി, ഒരു പ്രേക്ഷക നമുക്കൊപ്പം ചേരുന്നു. നമസ്കാരം വിലാസിനി, എവിടെ നിന്നാണ്? നമസ്കാരം സാറേ. ഓ, കേൾക്കാം. എവിടെയാണ് സ്ഥലം? സ്ഥലം പിന്നെ ഇടുക്കിയിലാണ്. നമസ്കാരം. എവിടെയാണ് വിലാസിനിയുടെ സ്ഥലം? എന്റെ സ്ഥലം കൂത്താറ, കരുണാപുരം പഞ്ചായത്ത്. ഇടുക്കിയിൽ എവിടെയാ? ഇടുക്കി കരുണാപുരം കരുണാപുരം പഞ്ചായത്ത്. ഇതൊക്കെ കൂത്താറ, മനസ്സിലായി. കരുണാപുരം പഞ്ചായത്ത്. പറഞ്ഞോളൂ. ഈ മുല്ലപ്പെരിയാറൂടെ പെട്ടിയാലേ കേരളം ഇല്ലാതെ അതിന്റെ ഒരു ആശങ്കയേ ഉള്ളൂ. മുല്ലപ്പെരിയാർ അങ്ങനെ പൊട്ടില്ല എന്നാണ്, അതായത് നിലവിലുള്ള സാഹചര്യത്തിൽ മുല്ലപ്പെരിയാർ പൊട്ടില്ല എന്ന് തന്നെയാണ് കേട്ടോ വിദഗ്ധ സമിതിയും എല്ലാവരും പറയുന്നത്. പെട്ടെന്നൊരു ആശങ്ക വേണ്ട. പക്ഷെ നമുക്കിത് കേൾക്കുമ്പോൾ സ്വാഭാവികമാണ് വിലാസിനിയുടേത് പോലെ ഒരു ആശങ്ക. അതെ, പ്രാർത്ഥന മാത്രമല്ല, നമുക്ക് അതിനകത്ത് നടപടികൾ കൂടി വേണം. അതിനാണ് നമ്മൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. തീർച്ചയായും അതിന് പ്രായോഗിക നടപടികൾ വേണം. എനിക്കറിയാം വിലാസിനെ പോലെ ഒരുപാട് ആളുകളുടെ ചോദ്യമാണ്, മുല്ലപ്പെരിയാർ പൊട്ടിയാൽ നമ്മളെല്ലാം തീരില്ലേ? അങ്ങനെ മുല്ലപ്പെരിയാർ അത്ര പെട്ടെന്ന് പൊട്ടുകയൊന്നുമില്ല. കാര്യം ഇതൊരു ഗ്രാവിറ്റി ഡാമാണ്. പക്ഷേ നമുക്ക് പ്രവചിക്കാനാവാത്ത കാലാവസ്ഥാ വ്യതിയാനം സംഭവിക്കുന്നത് കൊണ്ട് തീർച്ചയായും ഒരു പുതിയ ഡാമിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. സേഫ്റ്റിയെക്കുറിച്ച് പറയാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ വേണം. അതാണ് നമ്മളുടെ ആവശ്യം ആദ്യം.
അതിന് കേന്ദ്ര സർക്കാരിൻ്റെ അതോറിറ്റി അതിന് തയ്യാറാവണം എന്നുള്ളതാണ്. വിലാസിനിയുടെ അഭിപ്രായം നമ്മൾ കാര്യമായിട്ട് എടുക്കും. നമുക്ക് റോഷി അഗസ്റ്റിനോട് പറയാം കേട്ടോ. വിലാസിനെ പോലെ നിരവധി ആളുകളുടെ ശബ്ദം ഇപ്പോൾ നമ്മൾ കമന്റുകളായിട്ട് വരുന്നുണ്ട്. ബാക്കിയൊക്കെ കാര്യങ്ങളൊക്കെ ഈ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ആശങ്ക ഉണ്ടാവും അല്ലേ വിലാസിനെ? അതെ 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 തീർച്ചയായിട്ടും. ഇതാരാണ് ഇപ്പോൾ സംസാരിക്കുന്നത്? വിലാസിയുടെ ഭർത്താവാണ്. ശരി. നമ്മുടെ പേരെന്താ? എന്റെ പേര് സോമൻ. ഓക്കെ. അപ്പോൾ സോമൻ ചേട്ടാ, വിലാസൻ ചേച്ചി പറഞ്ഞൊരു കൺസേൺ ഉണ്ട്. അതൊരു ആശങ്ക തന്നെയാണ്. നമുക്കതങ്ങനെ എഴുതിത്തള്ളാൻ പറ്റില്ല. നമ്മളും ആ ആശങ്കയ്ക്കൊപ്പം തന്നെയാണ് ഇവിടെ വന്ന് സംസാരിക്കുന്ന സമയത്തും ആളുകളിലൊക്കെ ആശങ്കയുണ്ട്. പക്ഷേ നമുക്കൊരു നടപടി വേണം. അതിലേക്കാണ് ഇനി നമ്മൾ മുന്നോട്ട് പോകേണ്ടത്.